പട്ടാമ്പിയിൽ നട്ടുച്ച നേരത്ത് രാഷ്ട്രീയ പാർട്ടികൾക്കും ജാതിമത ചിന്താഗതികൾക്കും അപ്പുറം ധീരമായ നിലപാടുകളുള്ള മനുഷ്യസ്നേഹിയായ ഒരാളുണ്ടായിരുന്നു പട്ടാമ്പിയിൽ. പട്ടാമ്പിക്കാരുടെ എക്കാലത്തെ നേതാവായിരുന്ന KSB തങ്ങൾ. അദ്ദേഹം മരിച്ചിട്ട് 2 ആണ്ട് തികയുകയാണ്. ശ്രീ തങ്ങളുടെ നിര്യാണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്നൊരു നഷ്ടം തന്നെയാണ്. കാരണം പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. അത് ലോക്കൽ ബോഡി ഇലക്ഷനാവട്ടെ, അസംബ്ലി ഇലക്ഷനാവട്ടെ, പാർലമെൻറ്റ് ഇലക്ഷനാവട്ടെ, ഈ തിരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹമാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ കേരളം മുഴുവൻ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പട്ടാമ്പിയിൽ നട്ടുച്ച നേരത്ത് അതിഗംഭീരമായിട്ടുള്ള സ്വീകരണം ഒരുക്കിയതും ശ്രീ തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം പാർട്ടിയുടെ നന്മയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും പട്ടാമ്പിയിൽ മികച്ച വിജയം നേടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറുമ്പോൾ ദുഃഖം സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സബലീകരിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോവുക. എടുക്കുന്ന നിലപാടിനോട് ഇതുപോലെ ആത്മാർത്ഥതയും കൂറും പ്രകടമാക്കി അചഞ്ചലമായി അവസാന അറ്റം വരെ നിലകൊണ്ടിട്ടുള്ള ഒരാളാണ്. പാർട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവനാണ്. പട്ടാമ്പിയെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്ന ഒരു പേര് അത് KSB തങ്ങളാണ്. ഈ നാടിൻ്റെ ജനപ്രതിനിധിയായി പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ ചെയർമാനുമൊക്കെയായി താഴെത്തട്ടിൽ പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി സാധാരണക്കാരുടെ മനസ്സിൽ എന്നും ജ്വലിക്കുന്ന ഓർമ്മയായി നിൽക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട KSB തങ്ങൾ. ആദരണീയനായ KSB തങ്ങൾ പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടി ഇന്നീ കാണുന്ന പട്ടാമ്പിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുള്ള ഒരാളാണ്. ഞാൻ KSB തങ്ങളെ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകളാണ്. വിദ്യാഭ്യാസത്തിലും അതുപോലെ രാഷ്ട്രീയ രംഗത്തും പട്ടാമ്പിക്ക് ഒരുപാട് സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തിത്വമായിരുന്നു KSB തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട തങ്ങളുടെ 2ാം അനുസ്മരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയിലെ ഏത് പ്രശ്നത്തിലും മധ്യസ്ഥ പ്രശ്നം, പാർട്ടി പ്രശ്നങ്ങൾ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, വ്യാപാര സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങളും അനായാസം കൈകാര്യം ചെയ്യാൻ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ KSB തങ്ങൾ. പട്ടാമ്പിയുടെ കാര്യത്തിന് പിന്നോട്ട് നിൽക്കില്ല, ഏറ്റവും നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇല്ല എന്നുള്ളത് പോലും നമുക്കൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഒരു കാലഘട്ടം വരെ ഞാൻ ഒപ്പുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ഞാൻ പറയുന്നത്. ഇനി അതുപോലെ അദ്ദേഹത്തിന് നികത്താനൊരു നേതാവ് പട്ടാമ്പിയിൽ ആയിട്ടില്ല, വന്നിട്ടുമില്ല. ഇനി കൂട്ടായ്മകളെ ഒരുമിപ്പിക്കാനും സംഘടന ഒരുമിച്ച് കൊണ്ടുപോകാനും അത്ര കരുത്തിട്ടൊരു നേതാവ് പട്ടാമ്പിയിലില്ല. തങ്ങളുടെ ഒരു കുറവ് ഈ 2 വർഷം നമ്മൾ കൃത്യമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു മനുഷ്യൻ്റെ എന്തൊരു കാര്യം പറഞ്ഞാൽ അത് പരിഹരിക്കാൻ സ്വന്തം പ്രശ്നം പോലെ ഇടപെട്ട് പരിഹരിക്കുന്നതാണ്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പട്ടാമ്പിയിലെ അവസാന വാക്കായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ. അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ നിന്ന് ഒരിക്കലും പിന്നോക്കം പോകാതെ ആ ശരിയോടൊപ്പം എല്ലാ കാലത്തും അത് ആര് പറഞ്ഞാലും അതിൽ നിന്ന് മാറ്റം വരാതെ എന്നും ആ നിലപാട് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന, തൻ്റെ നിലപാടിനോട് എന്നും സത്യസന്ധത പുലർത്തിയിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യസ്തമാണ്. നമ്മളെ കാണുന്നതിന് ഉപരിയായി വർഷങ്ങൾ മുന്നോട്ട് കാണുന്ന ഒരാളാണ് അദ്ദേഹം. പുതിയ പുതിയ വികസന മാതൃകകളും പുതിയ പുതിയ പദ്ധതികളും നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ കൊണ്ടുവരാൻ വളരെ മിടുക്കനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പട്ടാമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും മുനിസിപ്പൽ ചെയർമാനായും മറ്റു പല പദവികൾ വഹിച്ചു. DC സെക്രട്ടറിയായും DCC വൈസ് പ്രസിഡന്റായും 40 വർഷത്തിലേറെയായി അദ്ദേഹം പട്ടാമ്പിയിലുണ്ട്. ഏവരും ബഹുമാനിക്കുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമേവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്.